ഈ റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഈ അതിവേഗ പാതയുടെ ഡിസൈൻ ഒന്നും റെയിൽവേയുടെ കയ്യിലില്ല. അതിവേഗ പാതയെക്കുറിച്ച് റെയിൽവേ അങ്ങനെ ഒരു കാര്യം കൺസിഡർ പോലും ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനം. ഇതിനകത്ത് DPRനകത്ത് പറയുന്നത് അതിവേഗ പാതയുടെ ഡിസൈനിനെ കുറിച്ചാണ്. പിന്നെ പണം അതൊക്കെ എവിടെന്നെങ്കിലും വരും. കാര്യം എന്ന് വെച്ചാൽ എവിടെന്നെങ്കിലും വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വായ്പ എടുത്തേ പറ്റും. അത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് ഇപ്പം നമ്മൾ ജപ്പാൻ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയില്ലേ, അതുപോലെ പല പദ്ധതികളും ഇപ്പം ADB ലോൺ റെഡിയാക്കിയില്ലേ, അതുപോലെ പല പദ്ധതിയിലൂടെ ലോൺ. കാര്യം എന്ന് വെച്ചാൽ ഇത് വരും ജനറേഷനോട് ചെയ്യുന്ന കൊടും പാതകമാണ്. ഈ പറയുന്ന പോലെ ഇത്രയാളെ എക്സ്പെണൻഷ്യൽ ഗ്രോത്തിൽ നടക്കുന്ന ഒരു ഇത് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കേരളത്തിൽ. അപ്പോൾ അത്രയധികം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലം. ഈ പറഞ്ഞ പോലെ ടൈം മീൻസ് മണി. കാര്യം ഇനിയുള്ള കാലത്ത് ഇപ്പം തന്നെ അങ്ങനെയാണ്. ടൈം മീൻസ് മണി എന്നുള്ളതാണ്. സമയം എന്ന് പറയുന്നത് പണമാണ്. ആ പണം വേണമെന്നുണ്ടെങ്കിൽ ആ പണം ആർജിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ കുട്ടികളൊന്നും പുറത്തു പോകാതിരിക്കാനും ഇവിടെ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു വിഷൻ വേണം. ഒരു വിഷനില്ലാതെ സങ്കുചിതമായിട്ട് ഇത് ബ്രോഡ്വേ ആക്കി കഴിഞ്ഞാൽ അതിനകത്തൂടെ ചരക്ക് വണ്ടിയും കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ 120 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണോ കേരളം വിഭാവനം ചെയ്യേണ്ടുന്നത്? അങ്ങനെയാണോ ഒരു 5 വർഷം കഴിഞ്ഞാൽ കേരളം ഇരിക്കേണ്ടുന്നത്, അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ കേരളം ഇരിക്കേണ്ടുന്നത്? ഇവർ ചെയ്യുന്ന ചതി എന്താണെന്ന് ഇവരറിയുന്നില്ല. ഇവർ സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലൊരു പദ്ധതി വരുമ്പോൾ അതിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഞുണുക്ക്. ആർക്കാണ് ഇത്ര വേഗതയിൽ പോകേണ്ടതെന്നാണ് ഒരു കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി ചോദിച്ചത്. ആർക്കാണ് ഇത്രയധികം വേഗത്തിൽ ഇവിടെ പോകേണ്ടത്? കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ, റോഡിൽ 5 ജീവനുകൾ, ഇന്നൊരു കുട്ടിയും കൂടെ പൊലിഞ്ഞു. ഇതെല്ലാം നടക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇത്രയധികം ആക്സിഡൻറ്റുകൾ നടക്കുന്നതെന്ന് വെച്ചാൽ അത്രയധികം വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞു പോയിരിക്കുന്നു വാഹനങ്ങൾ കാരണം. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം സമാന്തര മാർഗങ്ങൾ പരീക്ഷിച്ചേ പറ്റൂ. ഇൻലാൻഡ് വാട്ടർവേസ്, പത്മനാഭൻ സാർ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഇൻലാൻഡ് വാട്ടർവേസിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം, സീ പ്ലെയിനുകൾ വരണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ കേരളം പോലുള്ള തിക്ലി പോപ്പുലേഷൻ ആയിട്ടുള്ള ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റൂ. അതല്ലാതെ ഈ ബ്രോഡ് ഗേ എന്നുള്ളൊരു ഐഡിയ തന്നെ ഇതിന് തെറ്റാണ്. പിന്നെ ഈ DPRന്റെ 13ാമത്തെ ചാപ്റ്ററിൽ ഇതിൻ്റെ എൻവയറൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഒക്കെ പറയുന്നുണ്ട്. എൻവയറൺമെൻറ്റൽ ഇമ്പാക്റ്റിനെ കുറിച്ച് വളരെ സജീവമായ പഠനം നടത്തിയിട്ടുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ട്. റെയിൽവേ മന്ത്രാലയത്തിന് പൂർണ്ണമായി തോന്നുന്നില്ല, അപൂർണമാണ്, അതിന് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണല്ലോ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ നിലപാട്. അപൂർണമായിരിക്കാം. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ DPR എന്ന് പറയുന്നത് മഹത്തായ ഒരു കാര്യമാണെന്ന് അവകാശപ്പെടാം. പക്ഷെ ആരാണ് ഈ പദ്ധതിക്ക് അനുമതി കൊടുക്കേണ്ടത്? ഈ പദ്ധതി നടപ്പാകണമെങ്കിൽ ഇതിന് റെയിൽവേ ബോർഡിന്റെ അനുമതി ആവശ്യമുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ അനുമതി ആവശ്യമുണ്ട്. എന്നിരിക്കെ DPR അപൂർണമാണ്, ഈ DPR പറ്റില്ല എന്ന് കേന്ദ്രം പറഞ്ഞാൽ പിന്നെ വേറെ അത് പൊളിച്ചു പണിയുക അല്ലാതെ വഴിയില്ല. തീർച്ചയായിട്ടും ആരും ഇവിടെ കടുംപിടുത്തമൊന്നും പിടിക്കുന്നില്ല. ഇതൊരു ഡയലോഗ് വെച്ചിട്ടേ നടക്കത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഓളറിനാണെന്ന് പറഞ്ഞിട്ട് ഒരു തിയറിയൊന്നും അവതരിപ്പിക്കുകയൊന്നുമല്ല. ഇതേ ഉള്ളൂ മാർഗം എന്ന് മാത്രം ആരും പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞത് കണക്കോലെ സമാന്തര പാത ഉണ്ടാക്കി 120 കിലോമീറ്റർ വേഗത ഉണ്ടാക്കുവാണെങ്കിൽ കേരളത്തിന്റെ ചെലവിൽ റെയിൽവേക്ക് ഒരു 2-3 പാതയും കൂടെ ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളതാണ്. അതാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നെങ്കിൽ. യെസ്, അതാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്. അതായത് ഈ പറഞ്ഞ റെയിൽ കണക്ടിവിറ്റിയുമായി ലിങ്ക് ചെയ്ത ചരക്ക് തീവണ്ടികൾ അടക്കം കടന്നു പോകുന്ന ഒരു പാതയാണ് വരുന്നത് എങ്കിൽ ഇപ്പോൾ കേരളം അത് പണിത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. റെയിൽവേക്ക് ഒരു 3ാം ലൈൻ പണിതാൽ മതിയല്ലോ. കേരളത്തിന്റെ ചെലവിൽ 3ാം ലൈൻ പണിയേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചത് ഈ സാധനമാണ്. ഇതാണ് ഞാൻ ആദ്യം ഉന്നയിച്ച പോയിന്റ്. കറക്റ്റാണത്. ഞാൻ അങ്ങയിലേക്ക് വരാം.